ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഗ്രീൻ പീസ് വെച്ചിട്ടൊരു കറി ഞാനെങ്ങനെ വെക്കണേന്ന് കാണിക്കാനാട്ടോ. അപ്പോൾ ഞാനിത് ഇന്നലെയാണ് കേട്ടോ ഇത് വെള്ളത്തിലിട്ട് വെച്ചത്. എന്നിട്ട് അത് വാർത്ത് വെള്ളമൊക്കെ മാറ്റി വെച്ചിട്ട് പിന്നെ കുക്കറിലേക്ക് ഇടുവാണ് കേട്ടോ. ഇപ്പം ഞാൻ ഇതിനകത്ത് ഞാൻ മാറ്റി വെച്ച ആ വെള്ളം തന്നെയാണ് കേട്ടോ ഞാൻ ഇതിനകത്തേക്ക് ഇടുന്നത്. ഇപ്പോൾ ഇത് പനിപനത്ത് നിന്നാൽ മതി, മീതയിൽ വെള്ളം വേണ്ട. ഉണ്ടോ ഇപ്പോൾ മീതയിൽ തന്നെ ഇത് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടില്ല, തൊട്ട് മീതയിൽ നിൽക്കുന്ന അത്രയും രീതിയിലാണ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഇതിനകത്തേക്ക് ഞാനൊരു 2 ടീസ്പൂൺ ഉപ്പിടുക കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇപ്പോൾ ഇതിനകത്തേക്ക് ഇത് പെട്ടെന്ന് വേവാനാണ് കേട്ടോ. 1/4 ടീസ്പൂണിൻ്റെ പകുതി ഞാൻ ബേക്കിംഗ് സോഡ ആയിട്ട് ഇടുന്നത്. ഇപ്പോൾ ഒരു 3 വിസിലായാൽ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ കേൾക്കാൻ പോവാണേ. ഞാൻ കുക്കർ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. 3 വിസിൽ കേട്ട് കഴിഞ്ഞിട്ട് സിമ്മിൽ ഒരു 5 മിനിറ്റ് വെച്ചിട്ട് പിന്നെ ഞാൻ ഇറക്കി വെച്ചു. അപ്പോൾ അത് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അതിൻ്റെ സ്റ്റീം പോയി കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പെന്ന് വെച്ചാൽ ഞാനൊരു 3/4 കപ്പ് ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഒരു വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാൻ 9 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് വലിയ വെളുത്തുള്ളിയാണ് കണ്ടോ, അതുകൊണ്ട് ഞാനാണ് ഒരു 9 എണ്ണം, അല്ലെങ്കിൽ ഒരു തൊടം എടുത്തേനെ. പിന്നെ ഒരു 4 പച്ചമുളക്, നല്ല എരിയാട്ടോ ഈ പച്ചമുളകിന്, അതുകൊണ്ടിട്ട് 4. ചെറുതാണെങ്കിൽ ഒരു 2-3 കൂട്ടാം. പിന്നെ ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാം വെച്ചിട്ട് ഞാനൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാൻ പോവാണേ. അപ്പോൾ ഞാൻ്റെ അത് ഗ്രീൻ പീസ് താളിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്തേക്ക് ഞാനൊരു 2-3 ടീസ്പൂൺ എണ്ണ ഒഴിക്കുക കേട്ടോ, വെളിച്ചെണ്ണ. പിന്നെ ഹോൾ ഇത്തിരി ചെറുതാണ്, അതുകൊണ്ട് സ്ലോലിയാണ് വരുന്നത്. ഓക്കെ, ഇതൊരു 3 ടീസ്പൂൺ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തേക്ക് ഞാനൊരു ചെറിയ പീസ് തേങ്ങ എടുത്തിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഇതിനകത്തേക്കിട്ടൊന്ന് വറുത്തെടുക്കാൻ പോവാണ്. അത് ഇതിൻ്റെ നിറം മാറിയിട്ടുണ്ട് കേട്ടോ. ഞാനിത് പുറത്ത് കൊണ്ടുപോവാണേ. ഞാൻ അതെല്ലാം വറുത്ത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ഞാനൊരു ടീസ്പൂൺ കടുക് ഇടുക കേട്ടോ. അപ്പോൾ അത് പൊട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ക്യാരറ്റ് ഞാനിങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഞാനത് അതിലേക്ക് ഇടുവാണേ. ക്യാരറ്റ് ഒന്ന് വാടി കഴിഞ്ഞപ്പോൾ ഞാൻ അരപ്പ് അതിലേക്ക് ഇട്ടു കേട്ടോ. ഇനി അതൊന്ന് ആ പച്ചമണം മാറുന്നവരെ ഒന്ന് വാട്ടിയിടുന്നു. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി കേട്ടോ, 1 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇടേണ്ടത് ഈ വലിയ ജീരകത്തിൻ്റെ പൊടിയാട്ടോ, അതാണ് ഇട്ടത്. ഞാനത് ആ മിക്സി ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ആ വെള്ളം ഈ സമയത്ത് ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇതാ ഗ്രീൻ പീസ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഞാനത് നോക്കുമായിരുന്നു കണ്ടോ. ഈ സമയത്ത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് ഒന്ന് പറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ഉപ്പൊക്കെ ഞാൻ നോക്കിയിട്ടോ, പാകമാണ്. ഈ ഞാനിപ്പോൾ സിമ്മിലാട്ടോ വെച്ചിരിക്കുന്നത്. ഇത് തേങ്ങാപ്പാലാണ് കേട്ടോ. തലപ്പാൽ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ.
ഒരു ചെറിയ മുറിയുടെ തേങ്ങാപ്പാൽ. ഞാൻ ഇതിൻ്റെ അകത്തു നിന്നാണ് ഒരു പീസ് എടുത്തിട്ടും ചെറുതാക്കി കുഞ്ഞു കുഞ്ഞാക്കി എടുത്തിട്ട് അരിഞ്ഞത് ഇതിനകത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് വറുത്തെടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള തേങ്ങയാണ് ഞാനിപ്പോൾ ഇത് ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. തലപ്പാൽ മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് ഞാനിപ്പോൾ ഈ സമയത്ത് ഇതിനകത്തേക്ക് ഒഴിക്കാൻ പോവാം. അതിനകത്തേക്ക് ആ വറുത്ത് വെച്ച് തേങ്ങയും കൂടി കേട്ടോ. അങ്ങനെ നല്ല അടിപൊളി ഒരു ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടോ. ഞാനിതൊന്ന് പാത്രത്തിലേക്ക് എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഗ്രീൻ പീസ് കറി ഒരു ഡിഷിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മീതെ ഞാനൊരു 1/4 ടീസ്പൂണോളം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റായിട്ടോ. ചപ്പാത്തി കൂടിയൊക്കെയോ പൊറോട്ടയോ ചോറ് അങ്ങനെ എല്ലാത്തിനും കൂടി കഴിക്കാൻ പറ്റിയൊരു കറിയാട്ടോ ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോടുള്ള റിക്വസ്റ്റ്, പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.